ബാലന്റെയും ഗോമതിയുടെയും വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തിൽ ആര്യനും മിത്രയും ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് എക്സാം എഴുതാനായിട്ട് പോകുന്നത്. അങ്ങനെ കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മിത്രയ്ക്ക് ദാഹിക്കാൻ തുടങ്ങി. വെള്ളം വേണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ആര്യം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നീ ലോറിയിലിരിക്കും, ഞാൻ വെള്ളം വാങ്ങിക്കൊണ്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ആര്യനൊരു കോഫി ഷോപ്പിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ വെള്ളം വാങ്ങാനായിട്ട് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനുമാണ് ആ ഒരു കാഴ്ച കാണുന്നത്. അവിടേക്ക് മിഥുൻ വരുന്നത്. മിഥുനെ കണ്ടതോ ആര്യന് ഒരു നിമിഷം ഞെട്ടി. ആര്യന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇത് അവൻ തന്നെ, മിഥുൻ തന്നെ. മിഥുൻ ആര്യനെ ഒന്ന് നോക്കി, ആര്യം മിഥുനെ ഒന്ന് നോക്കുവാണ്. ആര്യന് അപകടം മടുത്തു. ഇവൻ ഇവിടെയാണോ അതോ തങ്ങളെ പിന്തുടർന്ന് വന്നാണോ എന്നൊരു ചിന്ത മനസ്സിലുണ്ട്. പെട്ടെന്ന് വെള്ളം പോലും വാങ്ങാതെ ആര്യൻ നേരെ മിത്രയുടെ അടുത്തേക്ക് ഓടുവാണ്. ഇനി അവൻ അവിടെ ചെന്ന് മിത്ര ഇവിടെ എങ്ങാനും ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ അവൻ കടത്തിക്കൊണ്ട് പോകാൻ ശ്രമിക്കുമോ എന്ന് പോലും ഭയന്നു. അങ്ങനെ ഓടിച്ചെന്ന് ലോറിയിലേക്ക് കയറി കഴിഞ്ഞപ്പോ മിത്ര ചോദിച്ചു, എന്താ കാര്യം? അല്ല, വെള്ളം വാങ്ങാൻ പോയിട്ട് എന്താ വാങ്ങാത്തെന്ന് ചോദിക്കണം. അല്ല, അത് പിന്നെ നമുക്ക് വേറൊരു കടയിൽ നിന്ന് വാങ്ങാം. ആര്യന്റെ മുഖത്തെ ആ പരിഭ്രമമൊക്കെ മിത്ര ശ്രദ്ധിച്ചു. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. എന്താ കാര്യം എന്നറിയത്തില്ല. എന്തായാലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല, എക്സാം എഴുതാൻ പോവല്ലേ. ഇനിയിപ്പം മിഥുന്റെ പേര് കേട്ട മിത്രയുടെ ഉള്ള മൂഡ് മുഴുവൻ പോവും. വെറുതെ എന്തിനാ? എക്സാം എഴുതുന്ന സമയത്ത് നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റില്ല. തൽക്കാലത്തേക്കും ഇതിനെ കുറിച്ച് പറയണ്ട എന്ന് ചിന്തിച്ച് ആര്യം വണ്ടി എടുത്തു. കുറെ ദൂരം ആര്യം സൈലന്റ് ആയിരുന്നു. മിത്രയ്ക്ക് മനസ്സിലായി എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അത് എന്താണെന്ന് അറിയത്തില്ല. ആരിനോട് ചോദിച്ചിട്ട് ആരിനോട്ട് പറയാൻ കൂട്ടാക്കിയില്ല. ഇത്തിരി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ആരും വേറെ കടയിൽ നിന്ന് വെള്ളമൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ ആരിന്റെ നെഞ്ച് പെടഞ്ഞുകൊണ്ടിരിക്കുക. എങ്ങാനും ഇനി അവൻ വരുവോ? ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിലും മിത്രയുടെ എക്സാം കഴിഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ കുഴപ്പമില്ല, തങ്ങൾക്ക് അവരെ ധൈര്യപൂർവ്വം നേരിടാം. പക്ഷെ അതിനു മുമ്പ് എന്തെങ്കിലും സംഭവിച്ചാല് പ്രശ്നമാവും. ആ ഒരു ടെൻഷൻ ആരിന്റെ മനസ്സിലും ഉണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ രാത്രി അങ്ങോട്ട് കഴിഞ്ഞു പോയി. പിന്നെ പിറ്റേ ദിവസം രാവിലെ മിത്ര ആരും കൂടെ റെഡിയായി എക്സാം എഴുതാൻ പോകാനായിട്ട്. അപ്പോഴേക്കാണ് ഗോമതിയുടെ കോള് വരുന്നത്. ഗോമതി മിത്രയോട് ചോദിച്ചു, അല്ല മോളെ, കല്യാണ സ്ഥലത്തേക്ക് പോകാൻ നിങ്ങൾ റെഡിയായെന്ന് ചോദിക്കുക. ദേ ഞങ്ങള് റെഡിയായിക്കൊണ്ടിരിക്കുക അപ്പച്ചി എന്നൊക്കെ പറയാം. അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ശരി, നന്നായിട്ടൊക്കെ പോയിട്ട് വാ, നോക്കിയും കണ്ടും ഒക്കെ പോയിട്ട് വരാനെന്നൊക്കെ പറഞ്ഞു. കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും മിത്രയ്ക്ക് നല്ല ടെൻഷനുണ്ട്. ദൈവമേ, വീണ്ടും കള്ളങ്ങൾക്ക് മേൽ കള്ളം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേ. എന്നെ ആശ്വസിപ്പിച്ചു. സാരമില്ല, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ, നീ സമാധാനപ്പെട് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവരെ എക്സാം എഴുതാൻ പോകാനായിട്ട് ഇറങ്ങുവാണ്. ആ സമയത്ത് ദേവി കടയിലേക്ക് ചെന്നു. ദേവിക്കാണെങ്കിൽ നല്ല ടെൻഷനാ. വീട്ടുകാരെ എല്ലാം വഞ്ചിച്ചോണ്ടാ താനിരിക്കുന്നത്. എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകും അതൊന്നും പറയാൻ പറ്റില്ല. ഒരു പക്ഷെ എങ്ങാനും പിടിക്കപ്പെടുവോ എന്നൊരു ചിന്ത മനസ്സിനുള്ളിൽ ഉണ്ടാകുന്നുണ്ട്. പിടിക്കപ്പെട്ട പിന്നെ തനിക്ക് ദേവമംഗലത്ത് ഒരു സ്ഥാനം ഉണ്ടാകത്തില്ല. ബാലച്ചന്റെ സ്വഭാവം നന്നായിട്ടറിയാം. എല്ലാം സഹിക്കും, പക്ഷെ കള്ളത്തരം പറഞ്ഞാൽ മാത്രം സഹിക്കാൻ പറ്റില്ല. അതിനെതിരെ ബാലച്ചൻ ശക്തിയായിട്ട് പ്രതിരോധിക്കുക തന്നെ ചെയ്യും. അതൊക്കെ ഓർത്ത് ദേവി ഓരോ ചിന്തകളിലൂടെയാണ് കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അങ്ങനെ അവർക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങുന്ന സമയത്ത് മാനേജർ അങ്ങോട്ടേക്ക് വരുവാണ്. ആ സമയത്ത് ദേവി വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന കസ്റ്റമറുടെ ദേഹത്തേക്ക് വെള്ളം വീണു. ദേവി ഞെട്ടിപ്പോയി. ദേവി പറഞ്ഞു, അയ്യോ സോറി എന്ന് പറയണം. പെട്ടെന്ന് അയാൾ അങ്ങ് ചാടി എഴുന്നേറ്റു. നിങ്ങളുടെ മുഖത്ത് എന്താ കണ്ണില്ലേ? നിങ്ങളിത് എവിടെ നോക്കിയാ വെള്ളം ഒഴിക്കുന്നേ? ഹോ, ഇതെങ്ങനെയാ വന്ന് കേറണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക്, ഇതുപോലുള്ളിടത്തൊക്കെ വന്ന് കേറിയല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് ദേവി ഇങ്ങനെ കുറ്റപ്പെടുത്തണം. അപ്പോഴേക്കും മാനേജർ അങ്ങോട്ട് വന്ന് ദേവിയോട് പറഞ്ഞു, ഇങ്ങോട്ട് വരാൻ പറയണം. ദേവിയെ വിളിച്ചോണ്ട് ഇപ്പൊ ദേവിക്ക് മനസ്സിലായി കാര്യം എന്താന്നുള്ളത്. മാനേജർ താൻ എവിടെ നോക്കിയാണോ ജോലി ചെയ്യുന്നേ? വന്നപ്പം പോലും ശ്രദ്ധിക്കുന്ന തനിക്ക് ഒരു കാര്യത്തിൽ ശ്രദ്ധയില്ല. എന്തേ ഇങ്ങനെ ആയിട്ടാണെങ്കിൽ കസ്റ്റമേഴ്സ് പിന്നെ കടയിലേക്ക് കയറില്ല. കസ്റ്റമേഴ്സ് വരുന്ന സമയത്ത് സ്റ്റാഫിന്റെ ഒക്കെ പെരുമാറ്റം നല്ല രീതിയിലായിരിക്കണം. കസ്റ്റമേഴ്സിനെ നമ്മൾ ദൈവത്തെ പോലെ കാണണമെന്ന് പറയുന്നേ. താൻ ഇവിടെ എന്താണോ കാണിച്ചു കൂട്ടുന്നേ? തന്റെ തോന്നിയാസത്തിനാണോ ഞാനിവിടെ കട നടത്തുന്നത്? തനിക്ക് തോന്നിയാസം ചെയ്യാനൊന്നുമല്ല. പറഞ്ഞു കേട്ടല്ലോ, മര്യാദയ്ക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിന്നാ മതി, ഇല്ലെങ്കിൽ താന് ഇവിടെ ജോലി ചെയ്യണ്ട. അയ്യോ സാർ, അങ്ങനെയൊന്നും പറയരുത്, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ, ഇനി അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഒരു തവണത്തേക്ക് ക്ഷമിച്ചു, പക്ഷെ ഇത് എപ്പോഴും എന്റെ അടുത്തുനിന്ന് ഇങ്ങനൊരു ഫേവർ ഉണ്ടാവുമെന്ന് താൻ ചിന്തിക്കണ്ട. പറഞ്ഞു കേട്ടല്ലോ, തന്റെ വീടിന്റെ അവസ്ഥയൊക്കെ നന്നായിട്ട് അറിയാവുന്നോണ്ടാ ഈ ഒരു തവണത്തേക്ക് ക്ഷമിച്ചത്. പക്ഷെ ഇനി അത് പ്രതീക്ഷിക്കരുത്. ഒടുവില് ദേവി പറഞ്ഞു, സാറേ ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാ, സോറി എന്നൊക്കെ പറഞ്ഞിട്ട് സോറിയൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. മര്യാദയ്ക്ക് ഇനി വരുന്ന കസ്റ്റമേഴ്സിനെ ഒക്കെ നല്ല രീതിയിൽ തന്നെ നോക്കണം. അതിനുശേഷം ശരി എന്നൊക്കെ പറഞ്ഞ് ദേവി അകത്തേക്ക് പോയി. അപ്പോഴേക്കും ഒരു പെങ്കൊച്ചു വന്നിരുന്നു.
അപ്പൊ അതിന്റെ അടുത്തേക്ക് എന്നിട്ട് എന്താ കഴിക്കാനൊക്കെ വേണ്ടതെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും അത് പറഞ്ഞു, എനിക്കൊരു ഓറഞ്ച് ജ്യൂസ് മതി. ആ ശരി, വേറെന്തെങ്കിലും വേണം? വേറൊന്നും വേണ്ട. അങ്ങനെയൊക്കെ സംസാരിക്കണ സമയത്താണ് അവിടേക്ക് രണ്ടുപേരും വരുന്നേ, അലോകും അനുശ്രീയും കൂടെ. അവരങ്ങോട്ടേക്ക് കഴിക്കാനായിട്ട് വന്ന ഗോമതിയെ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച്, ഇപ്പൊ തങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ലെന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അങ്ങോട്ടേക്ക് വന്നേക്കുന്നതാണ്. അവർ തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ട്. പക്ഷേങ്കില് ഗോമതിക്ക് അതൊന്നും അറിവില്ല. ആ സമയത്ത് ശ്രീദേവി ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ശ്രീദേവി എന്ത് ചെയ്യണം, അവിടെ നിന്നൊരു കസ്റ്റമറുടെ അടുത്തുനിന്ന് ഓർഡറൊക്കെ എടുത്ത് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അകത്തേക്ക് കയറിപ്പോട്ട് തിരികെ ഇറങ്ങി വരുമ്പോഴത്തേനുമാണ് ആ കാഴ്ച കാണുന്നേ. അവിടെ അനുശ്രീയും അലവും കൂടി ഇരിക്കുന്നു. ഒരു നിമിഷം ശ്രീദേവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ശ്രീദേവി ഞെട്ടിപ്പോയി. ഭാഗ്യത്തിന് ശ്രീദേവിയെ കണ്ടില്ല. എന്ത് ചെയ്യാൻ പറ്റും? ദൈവമേ, അവരുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. അതിനേക്കാൾ ഉപരി ഇവര് തമ്മിൽ അടുപ്പത്തിലായിരുന്നോ എന്നൊരു ചിന്ത. ഇതെങ്ങാനും ബാലച്ചൻ അറിഞ്ഞാൽ അതോടുകൂടി തീർന്നു. കുടുംബം കുട്ടിച്ചോറാവും. എന്താ ചെയ്യണ്ടേ? എന്തേലും ഉടനെ ചെയ്തേ മതിയാവുള്ളൂ. ഒടുവില് ശ്രീദേവി അവിടുന്ന് പതുക്കെ പുറത്തേക്ക് ഇറങ്ങി പോവാണ്. ശ്രീദേവിക്ക് മനസ്സിലായി അവിടെ നിന്നിട്ടുണ്ട് തന്റെ കാര്യം കട്ടപ്പോയാന്ന്. കുറെ സമയം ഓർഡർ എടുക്കാതെ വന്നു കഴിഞ്ഞപ്പം മാനേജർ ദേഷ്യപ്പെട്ട് അകത്തേക്ക് എറിച്ചെന്നു. അപ്പോഴേക്കും മാനേജർ ചോദിച്ചു, അല്ല ഇവിടെ ഉള്ളവരൊക്കെ എന്തിയാ പുതിയതായിട്ട് വന്ന പെണ്ണെന്തിയാ? അവളെ കാണുന്നില്ലോ. കസ്റ്റമർ വന്ന് വെയിറ്റ് ചെയ്തിട്ട് എതിരായിട്ട് ഓർഡർ എടുക്കാൻ പോത്ത എന്താന്ന് ചോദിച്ചപ്പോ മാനേജർ പറഞ്ഞു, ഇപ്പൊ തന്നെ പോയി എടുക്കാം സാർ. അവൾ എന്ത് ചെയ്യുന്നു ചോദിക്കണം. കാണിച്ചു കൊടുക്കാം. കസ്റ്റമർ വന്നിരിക്കുന്ന സമയത്ത് അവൾ ഇവിടെ എങ്ങും കാണത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യപ്പെടുവാണ്. ആ സമയം ശ്രീദേവി ആണെങ്കിൽ പുറത്ത് പമ്മിന്ന് നോക്കുവാണ്. എന്താ ചെയ്യണ്ടേ? അകത്തേക്ക് കയറി പോകാനും പറ്റില്ല. എങ്ങാനും ചെന്നാ പിടിക്കപ്പെടും. പക്ഷെ ഇവിടെ ചെയ്യുന്നത് അത് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പുറമായിരുന്നു ശ്രീദേവിക്ക്. ഇതെങ്ങാനും കുടുംബത്തിൽ അറിഞ്ഞുള്ള പ്രശ്നത്തെക്കുറിച്ച് ശ്രീദേവിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അതേസമയം അച്യുതനും രവീന്ദ്രനും കൂടെ കണ്ടുമുട്ടുവാണ്. കാരണം രണ്ടുപേർക്കും ഒരാവശ്യമുണ്ട്. രണ്ടുപേർക്കും ലൈസൻസ് കിട്ടണം. അപ്പൊ രവീന്ദ്രൻ അറിയാം തന്റെ മോൾ അവിടെ ഇരിക്കുന്നത്തോളം കാലം തനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാൻ പോകുന്നില്ലെന്ന്. അതുപോലെ അച്യുതനും അറിയാം മീനാക്ഷി അവിടെ ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടില്ലെന്ന്. അങ്ങനെ രവീന്ദ്രന്റെ അടുത്ത് അച്യുതൻ വന്നിട്ട് കാര്യങ്ങൾ പറയണം. അതെ, കാര്യം പറഞ്ഞാൽ നിങ്ങളുടെ മോളൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ എങ്കില് അവളെ കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര പാരയാ. ഞങ്ങളുടെ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് എത്ര കാലമായെന്നറിയാവോ? ഇതുവരെയായിട്ടും ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. നിങ്ങളുടെ മോളുടെ ഒരു റിപ്പോർട്ട് മാത്രം മതി. രവീന്ദ്രൻ പറഞ്ഞു, അതൊക്കെ തന്നെ എന്റെ അവസ്ഥ. കടയ്ക്ക് ഒരു ലൈസൻസിന് വേണ്ടിയിട്ടാ. പക്ഷെ എന്റെ മോളായതുകൊണ്ട് പറയല്ല. അവള് നേരെ പോകുന്നുള്ള പ്രകൃതക്കരിയാ. അതുകൊണ്ട് അവൾ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. അച്യുതൻ പറഞ്ഞു, അത് ഞാൻ ആകാശിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെതിരെ എന്തേലും ചെയ്യണം. അവളെ ആ കസേരന്ന് മാറ്റിയാൽ കുഴപ്പമില്ലല്ലോ. അവൾക്കൊരു ട്രാൻസ്ഫർ കിട്ടണം. ട്രാൻസ്ഫർ കിട്ടുവാണെങ്കിൽ അവൾ അവിടെ നിന്ന് പോയിക്കോളൂ. അത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു, അതൊക്കെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അറിയാലോ, അങ്ങനെ പെട്ടെന്നൊന്നും ട്രാൻസ്ഫർ അടിക്കാൻ പറ്റില്ല. നോക്കാം. അല്ല ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾ എന്നോടൊപ്പം നിൽക്കില്ലേന്ന് ചോദിക്കുകയാണ്. രവീന്ദ്രൻ പറഞ്ഞു, ഉറപ്പായിട്ട് നിൽക്കും. എനിക്ക് നിൽക്കാതിരിക്കാൻ പറ്റില്ല. അല്ല നിങ്ങൾ എന്താ പുതിയതായിട്ട് സ്റ്റോർ തുറങ്ങാന്ന് പറഞ്ഞേ? അത് പിന്നെ എന്റെ മരുമോനും വേണ്ടിയിട്ടാ. മരുമോനും മകൾക്കും വേണ്ടിയിട്ടാ. കോമഡി സ്റ്റോഴ്സിൽ എത്ര കാലം അവനിങ്ങനെ നിൽക്കാൻ പറ്റും? പോരാത്തിന് ആ ബാലിനാണെങ്കിലോ എണ്ണിച്ചുട്ട് അപ്പം പോലെ കുറച്ച് പൈസ കൊടുക്കുന്നുള്ളൂ. അതും കൊണ്ടൊന്നും അവരുടെ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തില്ല. കല്യാണം കഴിഞ്ഞു, ഇനി കുറച്ച് കഴിയുമ്പോൾ കുട്ടികളാവും. അപ്പൊ അവർക്ക് പ്രാരാബ്ദങ്ങൾ കൂടും. അതൊക്കെ ബാലിനറിയേണ്ട കാര്യമില്ലല്ലോ. ബാലിനാണെങ്കിലോ കൊടുക്കുന്ന ഏതാണ്ട് നക്കാപ്പിച്ച വേണമെങ്കിൽ മേടിക്കുന്ന രീതിയിൽ. അച്ഛൻ പറഞ്ഞു, നിങ്ങളെ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം നിങ്ങളുടെ മോളെ അങ്ങോട്ട് കെട്ടിച്ചു കൊടുത്താ. രവീന്ദ്രൻ പറഞ്ഞു, കെട്ടിച്ചു കൊടുത്തല്ലോ, അവൾ ഇറങ്ങിപ്പോയതല്ലേ, ഞങ്ങൾക്ക് എന്തേലും ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ മോളിലെന്ന് ഓർത്താണ് ഞങ്ങൾ കോംപ്രമൈസ് ആയത്. അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, ഇനി ഒരു കാര്യം മാത്രമേ ഉള്ളൂ ചെയ്യേണ്ടതുള്ളൂ. എങ്ങനെയെങ്കിലും അവളെ ആ കസേരന്ന് മാറ്റണം. ഞങ്ങൾ അതിന് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒപ്പം നിങ്ങൾ നിൽക്കണമെന്ന് പറയണേ. രവീന്ദ്രൻ പറഞ്ഞു, അതൊക്കെ ഞാൻ ഏറ്റെന്ന് പറയണം. അങ്ങനെ അവർ കൈകോർത്തു. ഈ സമയം മീനാക്ഷി ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. മീനാക്ഷി ഓഫീസിലായിരുന്നു. മീനാക്ഷിയെ വീണ മാഡം വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. മീനാക്ഷി, ആ സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തതിന്റെ പേരില് ഇനിയിപ്പോ ഒരു കാരണവശാലും നിന്റെ കുടുംബം തകരില്ല. അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല മാഡം. അല്ല, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാ, കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാമെങ്കിൽ മാത്രമേ ഇതിനിറങ്ങി തിരിക്കാവുള്ളൂ. കാരണം റിപ്പോർട്ട് കൊടുക്കാത്തതിന്റെ പേരിൽ പല പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതൊക്കെ താങ്ങാനായിട്ട് തയ്യാറായിരിക്കണം. മീനാക്ഷി പറഞ്ഞു, മേഡത്തിന് അറിയാലോ എന്റെ കാര്യം. നേരെ പോന്നുള്ള പ്രകൃതക്കാരിയാ. നിയമം വിട്ട് ഞാൻ ഒന്നും ചെയ്യത്തില്ല. അതിപ്പോ ഇവിടുന്ന് സസ്പെൻഷൻ കിട്ടിയാലും ശരി, ഇനി ഇവിടുന്ന് എനിക്ക് വേറെ എങ്ങോട്ടും ട്രാൻസ്ഫർ കിട്ടിയാലും ശരി, ഞാൻ നിയമം വിട്ടൊരു കളിക്കും പോകത്തില്ല. ആരൊക്കെ എന്തൊക്കെ കളികൾ കളിച്ചാലും. പക്ഷെ ഞാൻ അങ്ങനെ പോകത്തില്ല എന്ന് പറഞ്ഞു. വീണ മാഡത്തിന് അത് നന്നായിട്ട് അറിയാവുന്ന കാര്യമായിരുന്നു. പിന്നീട് രവീന്ദ്രനെ കാണാനായിട്ട് ആകാശ് വരുന്നുണ്ട്. അങ്ങനെ ആകാശ് വരണ സമയത്ത് ആകാശോട് രവീന്ദ്രൻ കാര്യങ്ങൾ പറയുന്നുണ്ട്. അച്യുതനെ കണ്ടായിരുന്നു.
അവരെന്തെങ്കിലും ഉടനെ ചെയ്യും. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കണം. അതൊക്കെ ഞാൻ ഏറ്റങ്ങളെ ഉറപ്പായിട്ടും മീനാക്ഷി സ്റ്റോഴ്സ് തുറക്കണം. അതിനൊരു മുടക്കം ഉണ്ടാവാൻ പാടില്ല. അതൊക്കെ ഏറ്റു. എത്രയും പെട്ടെന്ന് തന്നെ അത് തുറക്കാൻ തന്നെ എൻ്റെ തീരുമാനം. പക്ഷെ ലൈസൻസ് അതിന് വേണ്ടിയിട്ട് മീനാക്ഷി അവിടുന്ന് നമുക്ക് കുറച്ച് ദിവസത്തേക്ക് മാറ്റണം. അല്ലെങ്കിൽ ഒന്നെങ്കിൽ അവൾക്ക് ട്രാൻസ്ഫർ അടിക്കണം, അല്ലെങ്കിൽ കുറച്ച് ദിവസം അവൾ കടയിലേക്കല്ല ഓഫീസിലേക്ക് വരാതെങ്കിലും ഇരിക്കണം. അതിനു വേണ്ടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. അത് കേട്ടപ്പം ആകാശ് പറഞ്ഞു, അതിപ്പോ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ അല്ല, നീ പേടിക്കേണ്ട ആകാശേ, അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അച്യുതനും അലോക്ക് ചെയ്തോളും, നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിന്നാ മതി എന്ന് പറയണം. ശരി, അങ്ങനെ ആയിക്കോട്ടെ. ആകാശിന് ഇത്തിരി പോലും കുറ്റബോധം തോന്നില്ല. തന്റെ ഭാര്യയുടെ ജോലിയാണല്ലോ, അവൾ ആശിച്ചു മോഹിച്ചു മേടിച്ചാണല്ലോ എന്നൊരു ചിന്തയൊന്നും മനസ്സിലുണ്ടാകുന്നില്ല. അതെ, ഇതേ സമയം ആന്യം ഇത്രയും കൂടെ എക്സാം എഴുതാൻ പോയി. പക്ഷെ എക്സാം എഴുതാൻ പോണ സമയത്ത് അവരൊരു റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ കയറി. ആ സമയം മിത്രയുടെ ബാഗ് അവിടെ നിന്ന് ഒരുത്തന്നെ അടിച്ചെടുത്തോണ്ട് പോകുന്നുണ്ട്. പക്ഷേങ്കിൽ ആ ബാഗിനകത്തായിരുന്നു മിത്രയുടെ ഹോൾ ടിക്കറ്റും കാര്യങ്ങള്. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം നടത്തില്ല. ആന്യം മിത്രയും കൂടെ അവന്റെ പിന്നാലെ ഓടുന്നുണ്ട്. കാരണം എക്സാം എഴുതണമെങ്കിൽ ആ ഹോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ വേണമല്ലോ. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. അവര് അതിന്റെ പിന്നാലെ ഓടുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത്. ഇനിയിപ്പോ എന്തായി തീരും എങ്ങനെയായി തീരും എന്ന് അറിയത്തില്ല. എക്സാം എഴുതണമെങ്കിൽ ഹോൾ ടിക്കറ്റ് വേണമല്ലോ. അതിനു മുമ്പ് അവനെ പിടികൂടുവോ അതോ ഇനിയിപ്പം വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് പോലും അറിയത്തില്ല. മിഥുൻ അവിടെ കിടന്ന് ചുറ്റിക്കറങ്ങുന്നുണ്ട്. അത് മിഥുനാണോ എന്ന് പോലും പറയാൻ പറ്റില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.